ഹായ് ഫ്രണ്ട്സ്, ഇതാ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വീതിയിലൊന്ന് വെട്ടിയെടുക്കാം. 2 കളറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആ 2 കളറും ഇതേപോലെ ഒരു വീതിയിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കണം. ഇതേപോലെ ഞാൻ ഒരെണ്ണം വെട്ടിയെടുത്തു. ഇത്രയും തന്നെ വീതിയിൽ തന്നെ ഇത്രയും തന്നെ നീളത്തിൽ തന്നെ ഇതിനേക്കാളും കുറച്ചും കൂടെ വീതി കുറച്ച് നമുക്ക് വെട്ടിയെടുക്കാം. ഒരു കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതേപോലെ വെള്ള റോസും തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള കവറുകൾ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ എടുത്ത് നമുക്ക് ഇതേപോലെ ഈ വീതിയിൽ തന്നെ ഈ നീളത്തിൽ തന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ 2 എണ്ണം നമുക്ക് ഇതേപോലെ തന്നെ 2 എണ്ണം വേണം. ഈ ഒരേ നീളത്തിൽ തന്നെ ഉള്ള രണ്ട് കളറുകളാണ് കേട്ടോ എടുക്കേണ്ടത്. 2 കളറുകൾ എടുത്തു. ഇതൊന്ന് നമുക്കൊന്ന് മടക്കി ഒന്ന് എടുക്കണം. ഇങ്ങനെയൊന്ന് മടക്കി ഒന്നെടുത്തു. എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അറ്റം 2 നമുക്കിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ മടക്കാതെ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്തു കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ നമുക്ക് ഫുള്ള് ഇങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് മാറ്റി ഇങ്ങനെ തന്നെ എടുക്കുക കേട്ടോ. ഇതേപോലെ പല ഷേപ്പിൽ ഇപ്പോൾ കറക്റ്റ് തന്നെ ആവണമെന്നൊന്നുമില്ല, പല രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇച്ചിരി കയറി ഇറങ്ങിയിരുന്നു എന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഫുള്ള് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തു അപ്പുറം ഇപ്പുറം. അതുപോലെ തന്നെ നമുക്ക് ഈ റോസിൻ്റെയും ഇങ്ങനെ തന്നെ 2 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ ഇതിന് ഒത്തിരി കയറി പോകരുത്, കാരണം കയറി പോകുമ്പോഴത്തേക്ക് അതിനേക്കാളും വീതി കുറഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയായിട്ട് ഇതും അതുപോലെ 2 സൈഡും നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇത്രയൊക്കെ മതി, കുറച്ച് മതി കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് 2 സൈഡും ഇതിൻ്റെ 2 സൈഡും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ വെച്ച് നമുക്കൊന്ന് തേച്ച് ഒട്ടിച്ചുകൊണ്ട് വരാം. ഇതിങ്ങനെ ഒന്ന് തേച്ചെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിങ്ങനെ മേളിൽ വെച്ച് ഇതൊന്ന് തേച്ചെടുത്തുകൊണ്ട് വരാം. ഇങ്ങനെയൊന്ന് ഞാൻ തേച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സെൻറ്ററിൽ വെച്ച് ഇങ്ങനെ തേച്ചെടുത്ത് വെക്കാം. തേച്ചിട്ട് നമുക്ക് ഇതേപോലെ തേച്ചല്ലെങ്കിൽ നമുക്ക് ഫെവി ബോണ്ട് വെച്ചോ ഗ്ലൂ ഗൺ ഉപയോഗിച്ചോ നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. പച്ച തേച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി. തേച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കാര്യം നടക്കും. ഇതേപോലെ തേച്ചെടുത്ത് വയ്ക്കുക. അതിന് ശേഷം ഇതിങ്ങനെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ടൊന്ന് മടക്കുക, തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് വളരെ ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇങ്ങോട്ട് മടക്കി അതേപോലെ തിരിച്ചു മടക്കുക. ഇങ്ങനെ നമുക്ക് ഇത് മൊത്തം ഒന്ന് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് കൊടുക്കാം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിനുശേഷം നൂൽക്കമ്പി ഉപയോഗിച്ച് നമുക്ക് ചുറ്റി കെട്ടിയെടുത്താൽ മതി. നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതേപോലെ പശ വെച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ. അപ്പോൾ തേക്കണമെന്നൊന്നുമില്ല. തേച്ചെടുക്കുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ തേക്കുമ്പോൾ സൂക്ഷിച്ച് തേച്ചെടുക്കുക. പേപ്പറൊക്കെ അടിയിലിട്ട് വേണം കേട്ടോ ഇത് തേക്കാനായിട്ട്. അങ്ങനെയാണല്ലോ ഞാൻ തേക്കുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി നോക്കുമ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാം. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. ഞാൻ പിന്നെ പുതിയൊരു വീഡിയോ തുടങ്ങിയിട്ടുണ്ട്, ഒരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഹൈ റേഞ്ച് ഡയറീസ് എന്നാണ്. അതിലും ഒന്ന് പോയി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, എന്നെ ഒന്ന് സഹായിക്കുക കേട്ടോ. അതിലും ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഞാൻ എൻ്റെ മറ്റേ ചാനലിൻ്റെ പേര്. അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. അതുപോലെ ഇത് ഇങ്ങനെ നമ്മൾ ചുരുട്ടിയെടുത്തു. അതിന് ശേഷം നമ്മളിതാ നൂൽക്കമ്പി ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചുറ്റി കെട്ടി കൊടുക്കണം. നൂൽക്കമ്പി ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ടൊന്ന് ചുറ്റിക്കെട്ടി കൊടുക്കാം. നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് ചുറ്റി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ചുറ്റണമെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. എങ്ങനെ ആയാലും, അല്ലെങ്കിൽ നമ്മൾ നൂല് ഉപയോഗിച്ച് കെട്ടിയാലും മതി, അങ്ങനെ ആയാലും മതി കേട്ടോ. ഇത്രയും നൂൽക്കമ്പി വേണ്ടാത്തതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞേ. അതിനുശേഷം ഇതിങ്ങനെ ഒപ്പം നമ്മൾ സെൻറ്ററിൽ തന്നെ ആയിരിക്കണം നമ്മളിത് കെട്ടി കൊടുക്കേണ്ടത്. ഇത് നമ്മളിങ്ങനെ ഇങ്ങോട്ട് മേളിലേക്ക് ഒന്നാക്കിയെടുക്കുക.
ഇതിങ്ങനെ മേളിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കുക, ഇങ്ങനെ ആക്കിയെടുക്കുക. അതിന് ശേഷം ഇവിടെ ഇച്ചിരി അകന്നല്ലേ ഇരിക്കുന്നത്, നമ്മൾ ഈ ജോയിൻറ്റ് ചെയ്യുന്നിടം എപ്പോഴും ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നിടം അകന്നായിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് വിടർത്തി നമുക്കൊന്ന് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കെട്ടുമ്പോൾ കുറച്ച് സ്ഥലം ഇങ്ങനെ ഇച്ചിരി കയറിയും ഇച്ചിരി ഇറങ്ങിയായിട്ടിരിക്കും. അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. ഇതിങ്ങനെ മേളിലേക്ക് തന്നെ നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുക, ഇങ്ങനെ വലിച്ചു കൊടുക്കുക. കണ്ടോ, ഇപ്പം നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കളെ കാണാൻ. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് ഇരിക്കുന്നിടം നമ്മൾ കൈ കൊണ്ടൊന്ന് വിടർത്തി ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് വിടർത്തിയിട്ട് മേളിലേക്കായിട്ട് നമ്മളിങ്ങനെ ഒന്ന് വിടർത്തി മേളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം നമ്മൾ പിടിച്ച് നമുക്ക് മേളിലേക്ക് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ വിടർന്നില്ലേ ഇരിക്കുന്നത്, ഇത്രയാക്കി ഇങ്ങനെ എടുക്കാം. കണ്ടോ, നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് കിട്ടും. അതിന് ശേഷം ഇതേപോലെ ഗ്രീൻ കളറിലെ കവർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഇലയൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുക, ഫ്രഷ് ആയിട്ടുള്ള ഇല സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല ഈ പ്ലാസ്റ്റിക് കവറും കൊണ്ട് തന്നെയുള്ള ഇലകളുണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ കളർ പേപ്പർ ഉപയോഗിച്ചുള്ള ഗ്രീൻ കളറിലെ ഇല ആയാലും മതി കേട്ടോ. ഏതായാലും നിങ്ങൾ അതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ കുറച്ച് ഇലകൾ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇലകളാണ് ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യുന്നത്. കുറച്ചധികം പൂക്കളുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇലകളും ഉണ്ട് കേട്ടോ, ഇതേപോലെ ഇലകളും ഉണ്ട്. ഇത് ഞാനൊരു വലിയൊരു നൂൽക്കമ്പിയിലേക്ക് ഞാൻ ഇതേപോലെ ഒന്ന് എടുത്ത്, നമ്മൾ ആദ്യം ചെറുതായിട്ടുള്ളതിൽ നീളം കുറഞ്ഞതിലേക്കാണ് നമ്മളിത് ഇങ്ങനെ ആക്കി വെക്കുന്നത്. അതിന് ശേഷം ഇത് ഓരോന്നും നമ്മളിങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നമുക്കൊന്ന് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ ഇങ്ങനെ നൂൽക്കമ്പിയിൽ മേളിൽ നിന്ന് പോലെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ബൊക്ക പോലെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി എടുത്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിന് ശേഷം ഞാനിതാ ഒരിലയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരില വെച്ച് കൊടുക്കാം. ഇലകളൊക്കെ ഉണ്ടാക്കുന്നത് ഇതിന് മുന്നേയുള്ള വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ. അതനുസരിച്ച് നിങ്ങൾ ഇലയും പൂക്കളും ഒക്കെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര പൂക്കൾ വേണോ, വളരെ സിമ്പിളല്ലേ ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട് കണ്ടോ. ഇങ്ങനെ നമ്മൾ പൂക്കളും ഇലകളും ഒക്കെ നമുക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഇതേപോലെ മനോഹരമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കി ബൊക്കയൊക്കെ ഉണ്ടാക്കി നമുക്ക് കടകളിലൊന്നും പോയി വാങ്ങണ്ട. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ വെറുതെ എടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞ് കളയുകയാണ്. അപ്പോൾ ആ പ്ലാസ്റ്റിക് കവറൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത്, അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയാക്കി എടുത്ത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഭംഗിയുള്ള പൂക്കളുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുക കേട്ടോ. താങ്ക് യു.